രാജൻ്റെ അച്ഛൻ ഈശ്വരവാര്യരുടെയും അമ്മയുടെയും സഹോദരിയുടെയൊക്കെ കണ്ണുനീരിൽ കുലം മുടിഞ്ഞ ജയറാം പടിക്കൽമാരൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കേട്ട കഥകളാണ്, കണ്ടറിഞ്ഞതാണ്. അതുപോലെ എത്രയോ പേർ ഒരു കറുത്ത കൊടി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കറുത്ത ഷർട്ടിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയാൽ അവർക്കെതിരെ രക്ഷാപ്രവർത്തനം, അവരുടെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലതല്ലി പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് പുതിയ ഒരു ഭാഷ്യം നൽകിയ കാരണഭൂതന്മാരെ കാലം കരുതി വച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങളുടെ തലമുറയെങ്കിലും സമാധാനം പറയേണ്ടി വരും. ഉദയകുമാർ എന്ന് പറഞ്ഞ ഒരു സാധുവിനെ ഉരുട്ടിക്കൊന്നവന്മാർ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഇവരൊന്നും ശിക്ഷിക്കപ്പെടില്ല. കാരണം 1000-ലധികം ക്രിമിനൽ പോലീസുകാർ സർവീസിലുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ട് എത്ര പേരെ പിരിച്ചുവിട്ടു ഈ കപ്പിത്താന്മാർ? കേവലം 10-ൽ താഴെ പേരെ മാത്രം. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴും സർവീസിൽ സസുഖം വിരാജിക്കുന്നു. ഇവർക്ക് ഈ ക്രിമിനലുകൾ വേണം. ഇവരുടെ എല്ലാ തൊട്ടിത്തരത്തിനും അവർ കൂട്ടുനിൽക്കും. അതിന് പകരമായിട്ട് അവർ പറയുന്നതല്ല ഇവരും ചെയ്തു കൊടുക്കും. ഇതൊരു പരസ്പര സഹായ സംഘം. ഒരു നിരപരാധി ഇവിടെ മർദ്ദനം എന്ന് പറഞ്ഞാൽ നൃശംസത, അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ട് നിസ്സാരമായ കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഈ പോലീസ് വർഗം. പൗരൻ്റെ ടാക്സ് പണം കൊണ്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. പക്ഷേ പൗരനെ അടിച്ചു ഇടിച്ചു അവർ കൊല്ലും. ഇതല്ലേ സർ ഫാസിസം? എന്നിട്ട് ഫാസിസത്തിനെതിരെ ഇവർ കുരയ്ക്കും.